നമസ്കാരം. ക്യാമ്പസ് മിററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു എബ്രഹാം വാഴയ്ക്കൽ. നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത് ഡെലിവറി സർവീസസിൻ്റെ 3 തരം സാധ്യതകളെ പറ്റിയാണ്. ഡെലിവറി സർവീസസ് എന്ന് നമുക്ക് പറയാം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതായത് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് പോയിന്റ് എ ടു പോയിന്റ് ബി ട്രാൻസ്ഫർ ചെയ്യുന്ന ജോബാണ് ഈ ഡെലിവറി സർവീസ് എന്ന് പറയുന്നത്. അതിൻ്റെ 3 തലങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് ഡെലിവറി സർവീസസ് ആസ് എ ജോബ്, രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡെലിവറി സർവീസസ് ആസ് എ കരിയർ, മൂന്നാമത്തേത് ഡെലിവറി സർവീസസ് ആസ് എ ബിസിനസ്. അപ്പോൾ ക്യാമ്പസ് മിററിന് ഡെലിവറി സർവീസുമായിട്ട് എന്താ കണക്ഷൻ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ കൺസൾട്ടൻസി ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഓപ്ഷൻസ് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം കാനഡയിലെത്തുന്ന പല വിദ്യാർത്ഥികളും ചെയ്യുന്ന ഒരു ജോലി കൂടിയാണ്, വിദ്യാർത്ഥികളും ചെയ്യുന്ന ഒരു ജോലി കൂടിയാണ് ഡെലിവറി സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 3 തലങ്ങൾ പരിശോധിക്കാം. ആദ്യത്തേത് ഡെലിവറി സർവീസസ് ആസ് എ ജോബ്. വിദ്യാർത്ഥികൾ പഠന സമയത്തെ ബാധിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലികളൊന്നാണ് ഡെലിവറി സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ കാനഡ അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക നോക്കുകയാണെങ്കിൽ, അമേരിക്ക നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാനഡയിൽ എസ്പെഷ്യലി പല വിദ്യാർത്ഥികളും ചെയ്യുന്ന ഒരു ജോലിയാണ് ഡെലിവറി സർവീസ് എന്ന് പറയുന്നത്. പ്രധാനമായും ഫുഡ് ഡെലിവറിയാണ് സ്റ്റുഡൻസ് ഇവിടെ ചെയ്യാറുള്ളത്. ഒരു പെർഫെക്റ്റ് പാർട്ട് ടൈം എന്ന് പറയാം. നമുക്ക് നമ്മുടെ പഠനം സമയം കഴിഞ്ഞുള്ള സമയം കൃത്യമായി നമുക്ക് മുൻകൂട്ടി സ്കെഡ്യൂൾ ചെയ്യാനും അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഇതിനൊരു ടിപ്പിക്കൽ ടൈം വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് ഇച്ചിരി സങ്കീർണതയുള്ള കാര്യമാണ്. ഉദാഹരണം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് 24 മണിക്കൂറാക്കി കുറയ്ക്കുകയാണ് അവരുടെ ജോലിയുടെ ടൈം എന്ന് പറയുന്നത് ആഴ്ചയിൽ. നേരത്തെ ഇപ്പോൾ ഒരു സമയത്ത് അത് ഫുൾ ടൈം 40 മണിക്കൂർ ജോലി ചെയ്യാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കുറച്ച് 24 മണിക്കൂറാക്കി കൊണ്ടുവരികയാണ്. അപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ അവർ മറ്റേ ഡെലിവറി സർവീസിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ട്രാക്ക് ചെയ്യാൻ ഇച്ചിരി പാടുള്ള കാര്യമാണ്. CRI ഇച്ചിരി വിഷമിക്കും. എത്ര 24 മണിക്കൂർ ഇവർ ചെയ്തു എന്നുള്ളത് ചെയ്യുന്നത് ഒരു അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ഇത് നമ്മളൊരു റെസ്റ്റോറൻറ്റ് ചെല്ലുന്നു, ഓർഡർ റിസീവ് ചെയ്യുന്നു, ഡ്രൈവ് ചെയ്യുന്നു. ഇത് നമ്മൾ സിന്ന് കൊടുക്കുന്നു, നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം CRI കറക്റ്റ് പ്രോപ്പർ ചാനലാണ്. ഇതിൻ്റെ അവേഴ്സ് ട്രാക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഗുണമാണോ ദോഷമാണോ ഒക്കെ വിദ്യാർത്ഥികൾക്ക് ഒന്ന് ഇരുത്തി ആലോചിച്ചാൽ പിടികിട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇതിന് ഇനീഷ്യൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, ഇൻ്റർവ്യൂ ഒന്നുമില്ല. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സ്കിപ്പ് ദ ഡിഷസ് ഉണ്ട്, ഊബർ ഈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡോർ ഡാഷ് ഉണ്ട്. അങ്ങനെ കുറേ കമ്പനികളുണ്ട് ഫുഡ് ഡെലിവറി ചെയ്യുന്നത്. നമ്മളിവരുമായിട്ട് പാർട്ട്ണർ ചെയ്യുകയാണ്. നമുക്ക് അവരൊരു അവൈലബിൾ പൂളിൽ നമ്മളെ ഒരു ഡെലിവറി ഡ്രൈവറായിട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ കണക്ഷൻ കമ്പനിയായിട്ട് നേരിട്ടാണ്. നമുക്ക് ഡയറക്റ്റ് സൂപ്പർവൈസർ ഒന്നുമില്ല. നമ്മൾ സോഫ്റ്റ്വെയർ പറയുന്നു, നമുക്ക് ഓർഡർ റിസീവ് ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ പ്രൊഫഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലസും മൈനസും കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് ഒരു പാർട്ട് ടൈം ജോബാണ് ഫുഡ് ഡെലിവറി എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കെഡ്യൂളുമായിട്ട് ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം ഒരു വാൾമാർട്ട് പോലെയോ അല്ലെങ്കിൽ മറ്റൊരു റെസ്റ്റോറൻറ്റ് ഒരു ജോലിക്ക് പോകുകയാണെങ്കിൽ അവിടെ ഫിക്സഡ് ടൈമിലാണ് അവർക്ക് ആളെ ആവശ്യം. അപ്പോൾ നമുക്ക് ആ ടൈമിൽ നമ്മൾ കൊടുക്കേണ്ടി വരും, നമ്മൾ അവൈലബിലിറ്റി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്കൊരു അസൈൻമെൻറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ടായിരിക്കും. നമുക്കപ്പം എംപ്ലോയറുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ഡ്രോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ അവേഴ്സ് പിക്ക് ചെയ്യാം. നമ്മുടെ അവൈലബിലിറ്റി നമുക്ക് നേരിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇപ്പോൾ സ്കിപ്പ് ഡിഷസിനും ഡോർ ഡാഷിനും ഊബർ ഈറ്റ്സിനും ഒക്കെ. ഇതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇതിൻ്റെ മണി ആസ്പെക്റ്റാണ്. മണി ആസ്പെക്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മിനിമം ടു മാക്സിമം ഒന്നുമില്ല. നമ്മൾ എത്രയും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യാൻ ബില്ലിംഗ് ആണ് അത്രയും നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ടിപ്പ് എന്ന് പറയുന്നൊരു ഇതുണ്ട്, ഓപ്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമുക്കൊരു പാർട്ട് ടൈമിൽ 2 ആഴ്ച കൊണ്ട് ജോലി കൊണ്ട് നമുക്ക് ചെയ്യുന്ന പണം നമുക്ക് ഒരാഴ്ച കൊണ്ട് വേണമെങ്കിൽ ഈ ഫുഡ് ഡെലിവറിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സമ്പാദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ഇൻ്റർവ്യൂ ഒന്നുമില്ല. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു, ഇതിന് ഇൻ്റർവ്യൂയോ കാര്യങ്ങളോ ഒന്നുമില്ല.
നമുക്കപ്പോൾ നമ്മളൊരു കോട്ടും ടൈയൊക്കെ കെട്ടിപ്പോയി നമ്മളെ കുറച്ച് പേര് ഇൻ്റർവ്യൂ ചെയ്ത് പ്ലാൻ അങ്ങനെയൊന്നുമില്ല. ഡയറക്റ്റ് കോൺട്രാക്റ്റാണ്. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്നു. അതിനുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വെച്ചാൽ സ്മാർട്ട് ഫോണുമായിട്ട് വളരെ യൂസ്ഡാണ്. അവർക്കതൊരു ടാസ്കേ അല്ല ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ ഇനീഷ്യലി, അതായത് യാതൊരു എക്സ്പീരിയൻസും ഇല്ല, കോളേജ് അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ ഈ വർക്ക് ഫോഴ്സിലേക്ക് കയറാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിലില്ല. അവർക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വർക്ക് ഫോഴ്സ് ഇതിനുള്ള മറ്റൊരു പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നത് എങ്ങനെയാണ്, അവിടുത്തെ റെസ്റ്റോറൻറ്റിലെ കാര്യങ്ങൾ നടക്കുന്നത്, ആ റെസ്റ്റോറൻറ്റിൽ ഓപ്ഷൻ ഉണ്ടോ. അപ്പോൾ ഒരു 10 റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ അതിലൊരു 5 ഹയറിംഗ് ആണ്. അപ്പോൾ അവർക്ക് ആ ഓപ്ഷൻസ് കാണാൻ പറ്റും, അവർക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടുത്തെ എങ്ങനെയാണ്, ബിസിയാണ്, ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്, ഇവിടെ വർക്ക് ചെയ്ത് എനിക്ക് ശരിയാകത്തില്ല, അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടുന്ന് ഓർഡർ എടുക്കുന്ന രീതികൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഓർഡർ റിസീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രൈവിങ് ഇതിനൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതൊരു പഠിക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു എത്ര ചെറുതായിട്ട് നമ്മൾ കാണണ്ട ഈ ജോലിയെ, പക്ഷേങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാറുണ്ട്. ഈവൻ ഓർഡർ ചെയ്യുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കൾച്ചറില്ലാത്ത എന്നാൽ ഇവിടെ ഉള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്രൊഫഷനിലൂടെ പഠിക്കാൻ പറ്റും. ഒരു കൾച്ചറൽ ഇൻട്രാക്ഷൻ നമുക്ക് അവിടെ വരുന്നുണ്ട്. അതൊരു വലിയ പ്ലസ് ആണ്. പലരും അത് വലിയൊരു ഇതായിട്ട് കണക്കാക്കുന്നില്ല, പക്ഷേങ്കിൽ തന്നെയും അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അതിൻ്റെതായിട്ടുള്ള. അപ്പം അടുത്തതായിട്ട് പറഞ്ഞത് കാർ ഷെയർ ചെയ്യാവുന്ന ഒരു പോയിന്റാണ്. അതായത് കാർ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികളായിട്ട് വരുന്ന ആളുകൾ 2-3 ആൾക്കാർ ഒരുമിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ 3-4 ആൾക്കാർ ഒരുമിച്ച് വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ ഇവർക്ക് ഷെയർ ചെയ്ത് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പം അറ്റ് എ ടൈം ഒരു വീട്ടിലേക്ക് ഒരു കാർ ഉണ്ടെന്ന് വരികിൽ ഇവർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഷെയർ ചെയ്ത് ഇങ്ങനത്തെ ജോലികളിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വലിയ എക്സ്പെൻസ് ആയിട്ട് കാര്യങ്ങളായിട്ടൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞ ഈ ജോബിൻ്റെ നെഗറ്റീവ് എന്ന് നമ്മൾ പറയുന്നത്, ഇതിന് പ്രധാനമായിട്ടും ഒരു കാറ് വേണം, അത് മസ്റ്റാണ്. അപ്പോൾ ഓൾറെഡി ഡ്രൈവിംഗ് അറിയാവുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ റൂൾസിനോട്, കാനഡ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ റൂൾസിനോട് കൃത്യമായിട്ട് അറിയുകയും കുറച്ച് എക്സ്പീരിയൻസും കൂടെ നമ്മൾ നേടുകയാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും ചെയ്യാവുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഉദാഹരണം ഞങ്ങളൊക്കെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള വന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ലൈസൻസ് വെച്ച് തന്നെ ഇവിടെ വണ്ടി ഓടിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നമ്മുടെ നാട്ടിലെ ലൈസൻസ് ഇവിടെ പ്ലഡ്ജ് ചെയ്ത ശേഷം നമുക്ക് ക്ലാസ് 5 ടെസ്റ്റ് എടുക്കാവുന്നതാണ്. നമ്മളൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധിക സമയം വന്നുള്ള ചെറിയ കാലഘട്ടത്തിൽ ഇനീഷ്യലായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് പിന്നീട് വേറൊരു വീഡിയോ ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം, ഇവിടുത്തെ റൂൾസ് അറിയണം, കൃത്യമായിട്ട് അറിയണം, നമുക്കൊരു കാറ് വേണം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബിഗിനറായിട്ട് നമ്മളൊരു വണ്ടി എടുത്ത് നമ്മൾ കാനഡയിൽ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം റൂൾസ് ബേസ് ആണ് പോകുന്നതെങ്കിലും ഇതൊരു ട്രക്ക് കൺട്രിയാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഫോർഡ് F-150 പോലുള്ള ട്രക്ക് ഏറ്റവും കൂടുതൽ വിറ്റൊഴിയുന്നത് നോർത്ത് അമേരിക്ക പോലുള്ള രാജ്യത്താണ്. അപ്പം അത്ര വലിയ ഹ്യൂജ് ആയിട്ടുള്ള ട്രക്ക് വെഹിക്കിൾസ് പോകുന്ന റോഡാണ്. അപ്പം നമുക്കറിയാം അതുപോലെ ഡ്രൈവിംഗ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് ചെയ്തിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് സൈഡ് മാറിപ്പോകും. ഇവിടെ വലത്ത് വശം ചേർന്ന് ഓടിക്കുന്നു, അവിടെ അടുത്ത വശം ചേർത്ത് ഓടിക്കുന്നു. നമുക്ക് തന്നെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ പേരൻസൊക്കെ ഇവിടെ വന്ന് അവർ ഡ്രൈവ് ചെയ്യുമ്പോൾ അവർ റൈറ്റ് സൈഡിലേക്ക് പോകേണ്ടത് അവർ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് തെറ്റല്ല. ഈ ഒരു അഡാപ്റ്റബിലിറ്റി വരാൻ കുറച്ച് സമയമാണ്. അപ്പോൾ ഡ്രൈവിംഗ് സ്കിൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജോലി സംബന്ധിച്ചിടത്തോളം. അതുപോലെ വിൻ്റർ ഡ്രൈവിംഗ്, ഇപ്പം നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ കോണ്ടിനെന്റിനെ സംബന്ധിച്ചിടത്തോളം വിൻ്റർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഡ്രൈവിംഗ് നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ പല സാഹചര്യങ്ങളിൽ ഡ്രൈവ് ചെയ്തു. ഇപ്പോൾ മഴയത്ത് വണ്ടി ഓടിക്കുന്ന പോലെയല്ല നമ്മൾ ചരലിൻ്റെ പുറത്തൂടെ വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു മഞ്ഞത്ത് വണ്ടി ഓടിക്കുന്നത്, എല്ലാം വേറെ വേറെ ഇതാണ്. അപ്പം വിൻ്റർ ഡ്രൈവിങ്ങിനെ പറ്റിയും ഏകദേശം ഒരു ധാരണ ഇതിനു വേണ്ടി ആവശ്യമാണ്. ഇത് നെഗറ്റീവായിട്ടല്ല പറയുന്നത്, ഇത് നെസസറിയാണ്. അതായത് വളരെ നെസസിറ്റി ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു കാര്യം അറിയാമെന്നുള്ളത്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഇൻഷുറൻസ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ
നമുക്ക് ഇവിടുത്തെ ഡ്രൈവിംഗ് ഹിസ്റ്ററി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു കാർ എടുക്കുകയും ഇത് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കോസ്റ്റ് വളരെ കൂടുതലാണ്. എങ്കിലും ഈ ഫാക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിലും ഡെലിവറി സർവീസ് ആസ് എ ജോബ് എന്ന് നമ്മൾ കണക്കാക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുകയും അതുവഴി മറ്റേത് പാർട്ട് ടൈമിനെ കഴിഞ്ഞും അവർക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തു. കാരണം നമ്മൾ ഒരിക്കലും ഫുഡ് ഡെലിവറി ആയിട്ട് നമ്മൾ ലൈഫ് ലോങ് ചെയ്യണം വിദ്യാർത്ഥികളെന്നല്ല പറയുന്നത്. അവർ വന്നു കഴിയുമ്പോൾ അവർക്കൊരു സ്പീഡി ഇനീഷ്യലായിട്ട് അവർക്കൊരു ഡിലേ ഇല്ലാതെ അവരുടെ ഒരു ഏണിങ് സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങൾക്കും വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ കൂടെ ചില എക്സെപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കാറ് വേണം ഡെലിവറി സർവീസ് എന്ന് പറഞ്ഞു. എന്നാൽ ചില ഫുഡ് ഡെലിവറി കമ്പനീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോഡാഷ് പോലുള്ള കമ്പനികൾ, നിങ്ങൾ ഏത് ഏരിയയിലാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഏരിയയുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ സ്കൂട്ടറോ ബൈക്കോ ബൈക്കോ ഒക്കെ ഉപയോഗിച്ച് ഡെലിവറി ചെയ്യാൻ അനുവദിക്കുന്നതാണ്. അപ്പോൾ എല്ലായിടത്തും കാർ മസ്റ്റല്ല. പക്ഷേ നമ്മൾ കാനഡ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം വിൻ്ററാണ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കൂടുതലാണ് വലിയ സിറ്റീസൊക്കെ ആകുമ്പോൾ. അപ്പോൾ പ്രിഫറബിളി കാറാണ്. പക്ഷേ ചില കമ്പനീസ് അലോ ചെയ്യാറുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് നമുക്ക് വരുമ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് പല സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്ക് ഈ എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ബൈക്കോ സ്കൂട്ടറോ ബൈക്കോ ഒക്കെ വെച്ചും ഡെലിവറി ചെയ്യാനായിട്ട് കമ്പനികൾ അനുവദിക്കുന്നുണ്ട്, ചില ഏരിയകൾ മാത്രം. അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ് തെർമൽ ബാഗ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ സ്കിപ്പ് ഡിഷസിൻ്റെ ഒക്കെ ബാഗ് എന്ന് പറയുമ്പോൾ അവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ബാഗാണ്. അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്യണം. പറയുന്നത് ഒരു $50-60 ആവും ഏകദേശം വരുന്നത്. അല്ല നമുക്ക് യൂസ്ഡ് ബാഗ് നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നോ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഇനീഷ്യൽ നമ്മൾ ഈ പണം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അതേസമയം നമുക്കിപ്പോൾ ഉദാഹരണം ഡോഡാഷ് പോലെ കമ്പനികളിലേക്ക് പോകുകയാണെന്നൊരിക്കൽ ഫസ്റ്റ് ഡെലിവറി ചെയ്യാൻ നമുക്ക് തെർമൽ ബാഗ്സ് വേണ്ട. വി ക്യാൻ ഡു വിത്ത് എനി ബാഗ്. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു തെർമൽ ബാഗ് വെച്ച് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ബോറോഡ് ആയിട്ടുള്ള ബാഗ് വെച്ച് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത ശേഷം കമ്പനി ഫ്രീ ആയിട്ട് നമുക്ക് തെർമൽ ബാഗ് അയച്ചു തരും. അപ്പോൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് തെർമൽ ബാഗ് ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള എക്സെപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ തെർമൽ ബാഗിൻ്റെ കാര്യത്തിൽ ഫ്രീ ആയിട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, പേ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കാർ വേണമെന്നില്ല, ബൈക്കിലും പോകാം. പല എക്സെപ്ഷൻസ് ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം പ്രതിപാദിച്ചത് കോമൺ ആയിട്ട് എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. കാർ തന്നെ വേണം. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാം ക്യാഷ്ലെസ് ആണ് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മുമ്പ് മെൻഷൻ ചെയ്യാത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വീക്ക്ലി പേ ഔട്ട് അല്ലെങ്കിൽ ഡെയിലി പേ ഔട്ട് എന്നൊരു ഓപ്ഷൻ പല ഡെലിവറി സർവീസും പറയാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് ജോലി ചെയ്തു, ഇന്നത്തെ പൈസ നമുക്ക് ഇന്ന് തന്നെ വേണം. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, ചെറിയൊരു ഫീസ് അവരെ പിടിച്ച ശേഷം നമുക്ക് അന്ന് തന്നെ പേ ഔട്ട് ചെയ്യും. നമ്മൾ സാധാരണ ഒരു പാർട്ട് ടൈം ജോലി പോലെ വീക്ക്ലി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് അന്ന് തന്നെ കിട്ടും. അല്ല വീക്ക്ലി സാധാരണ അവർ വീക്ക്ലിയാണ് പേ ഔട്ട് ചെയ്യാറുള്ളത്. ബൈ വീക്കിലി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് പൈസ അത്യാവശ്യമായിട്ടുള്ള സമയത്താണെന്ന് ഒരിക്കലും അവർക്ക് ഓക്കെ ഞാൻ ഇന്ന് $500 വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിലേക്ക് ഇത് കാണാം എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അത് കിട്ടുമായിരുന്നു ഒരിക്കൽ എനിക്കിന്ന് ആവശ്യമുണ്ട്. ഞാൻ 2 വീക്സ് വെയിറ്റ് ചെയ്ത് മറ്റൊരു ജോലിയാണെങ്കിൽ 2 വീക്സ് ജോലി ചെയ്ത് പേ ഔട്ട് കിട്ടത്തുള്ളൂ, നമുക്ക് റഷ് ചെയ്യാൻ പറ്റില്ല. ഇതാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ റിക്വസ്റ്റ് ചെയ്യാം, ചെറിയൊരു ഫീ വെച്ചിട്ട് അവർ പിടിച്ചിട്ട് നമുക്ക് തരും. അല്ലെങ്കിൽ വീക്കിലി നമ്മുടെ അക്കൗണ്ടിൽ പണം എത്തും. അപ്പം അങ്ങനെ അഡ്വാൻറ്റേജും കൂടെ. അടുത്തതെന്ന് പറയുന്നത്, അടുത്ത പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെലിവറി സർവീസ് ആസ് എ കരിയർ. ഒരു ജോബും കരിയറും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഡെലിവറി സർവീസ് എങ്ങനെ ഒരു കരിയറായി മാറുന്നു, അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണ് നമുക്ക് പ്ലസ് എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. നമ്മൾ ആക്ച്വലി ഇത് മൂന്നും ഒരു ടോപ്പിക്കായിട്ട് ഒരു വീഡിയോയിൽ പങ്കുവെക്കണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും ഇത് അല്പം ദീർഘമായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് 2-3 വീഡിയോകളായിട്ടായിരിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഡെലിവറി സർവീസസ് ആസ് എ ജോബാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആ ജോബിൻ്റെ സാധ്യതകൾ എന്താണ്, വിദ്യാർത്ഥികൾ വന്നു കഴിയുമ്പോൾ അവർക്ക് ഉള്ള പ്ലസ് എന്താണ്, അതിൻ്റെ നെസസിറ്റി എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ ഇതേ ഡെലിവറി സർവീസസിൻ്റെ കരിയർ ആസ്പെക്ട്സിനെ പറ്റിയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.